വെറും പെർ മീറ്ററിന് 20 റുപ്പീസ്. ഇതെല്ലാം 300 റുപ്പീസ് ആണ് പെർ മീറ്റർ. നമ്മൾ 70 റുപ്പീസ് റേഞ്ചിൽ നമ്മൾ കൊടുക്കും. 280 ആണ് റേറ്റ്, 140 കൊടുക്കും നമ്മൾ. 680 എന്നുള്ള 320 330 നമുക്ക് കൊടുക്കാം. അതും ഡയബിൾ ഫാബ്രിക്കിൽ കാശ്മീരി സിൽക്ക് എന്ന് പറയും. അതിനകത്ത് പ്രിന്റ് 360, അതിന്റെ 50%. ഏത് സെലക്ട് ചെയ്താലും അത് 50% ഡിസ്കൗണ്ടില്ല. നമ്മുടെ മാസ്റ്റർമാര് കട്ടിങ് പ്രസിംഗ് ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. ഓ മൊഡാലിന്റെ ഒരു ഫിനിഷിംഗ് അതെ ഇവിടെ ഹാൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഡാലിൽ തന്നെ നമുക്ക് മെറ്റീരിയൽസ് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. ഡൈയിങ് ഉണ്ടല്ലോ നമുക്ക് ഡൈയിങ് ഉണ്ട്, സ്വന്തമായിട്ട് ഡൈയിങ് ഉണ്ട്. നമ്മൾ പിന്നെ പർദ്ദയുടെ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ 70 80 90 ആണ് റേഞ്ച്. അത് നമ്മളെല്ലാം ഇപ്പൊ കൊടുക്കുന്നത് 50 60. അതെല്ലാം ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലിൽ വാല്യൂ അഡീഷൻ വന്നേക്കുന്നത്. ഷിമറില് ഫുൾ പ്രിന്റോട് കൂടിയിട്ട് ഷോളും ടോപ്പും മാത്രമേ 2 പീസിന്റെ. അവിടുന്ന് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എടുത്താലും നമുക്ക് മെഷർമെന്റ് കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്യും. ഇത് ശരിക്കും ഡയബിളുടെ ഒരു സെയിം ഫാബ്രിക്കില്. ഭയ്യ एक ब्लाउज मेरे लिए भी कर देना. കബീർ ഇനി നമുക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടോടേ ഇരിക്കും. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് വരാൻ പോണ ഓഫർ ഇങ്ങനെ പിടിച്ചു, അതും അപ് ടു 70% ഡിസ്കൗണ്ട്, അതും റണ്ണിങ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ റെഡിമെയ്ഡ് കുർത്തീസിനും ഉണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലുവയില്. ആലുവയിൽ എവിടെയാ സ്ഥലം എന്ന് അറിയേണ്ടത്? ബാനറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ് ടു 70% ഓഫറാണ് നടക്കുന്നത്, മിസ് ചെയ്യണ്ട. അതും നല്ല റേറ്റ് കൂടിയ റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ വെറും 50 രൂപ പെർ മീറ്റർ, 70 റുപ്പീസ് പെർ മീറ്റർ, ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നത് ആലുവയില് ഷാവലി ഡിസൈനർ ഫാബ്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. 2 ഫ്ലോർ മൊത്തം കളക്ഷൻസ് ആണ്. അടിയിലത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്, മുകളിലത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം റെഡിമെയ്ഡ് കളക്ഷൻസ്. അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ എന്തൊക്കെയാണ് വെറൈറ്റീസ് വരും. ഇപ്പൊ പുറത്തത്തെ ബാനറിന്റെ പരസ്യം കൊണ്ടുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കൊണ്ട് തിരക്കായിരിക്കും. ഹായ്, എന്താണ് വിശേഷം? ഞാൻ ഇതൊന്ന് ഇവിടെ വെച്ചോട്ടെ. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്. ഈ ഫ്ലോർ ഫുള്ള് റണ്ണിങ് മെറ്റീരിയൽസ്. ഇതിന്റെ മേളില് റെഡിമെയ്ഡ് ചുരിദാർ സെറ്റ് എല്ലാം. ഈ വെറുതെ ആണോ അവിടെ ഒരു 70% ബാനർ ഇട്ടിരിക്കുന്നത്? ജെനുവിൻ ഡിസ്കൗണ്ട് ആണ്. ജെനുവിൻ ഡിസ്കൗണ്ട് 70 അപ് ടു 70% ജെനുവിൻ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അതിപ്പോ നമ്മൾ ജോർജറ്റ് ഒക്കെ ചെറിയ കട്ട് പീസുകൾ അങ്ങനെ 2 മീറ്റേഴ്സിന് താഴത്തുള്ള 20 റുപ്പീസ് പെർ മീറ്റർ കൊടുക്കും. പെർ മീറ്റർ 20 റുപ്പീസാ? അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ അത്. പിന്നെ 80 രൂപ 70 രൂപ മാർക്കറ്റിൽ റേറ്റ് ഉള്ളതല്ലേ? അതാണ്. പിന്നെ വേറൊരു കാര്യം റീറ്റെയിൽ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. സാധാരണ ഞാൻ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. റീറ്റെയിൽ ആണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതും റണ്ണിങ് മെറ്റീരിയൽസ്, നിങ്ങൾ വിചാരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും? ഷാവലിയിൽ കിട്ടും. അപ്പൊ ഒന്ന് വെറൈറ്റീസ് കാണിച്ചു കൊടുത്താലോ, ഇവിടുന്ന് പിടിക്കാല്ലേ? പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഡമ്മിയിൽ ഇട്ടിരിക്കണത്. ഇത് ആരാണ് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്? ഡിസൈനർമാര് പിള്ളേരുണ്ട്, അവര് ചെയ്ത് കൊടുക്കണതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാ ദിവസവും. ഇപ്പൊ ഇത് കണ്ടോ, അതിന്റെ വേറൊരു വെറൈറ്റി ഷോളുകൾ അല്ലേ? ഇതെല്ലാം നമ്മള് നമ്മുടെ പിള്ളേരെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി. ഡയബിൾ മെറ്റീരിയലാണ് ചെയ്തത്. ഇത് സിമ്പിൾ ആയിട്ട് ഒരു ലേസ് വെച്ചിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ തയ്ച്ചു വരുമ്പോ എന്ത് രസമായിരിക്കുന്നത്. ഭയങ്കര ഈ ബ്രൈഡ്സ് മെയ്ഡ് അല്ലെങ്കിൽ ബ്രൈഡ് ഹൽദി അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കേറിക്കോ, ഒന്ന് കേറിയിട്ട് ഒന്ന് ഓരോരോ വെറൈറ്റീസ് നമുക്കൊന്ന് കാണിച്ചു തന്നെ. എന്തൊക്കെയാണ് വെറൈറ്റീസ്? നമ്മള് ഇതെല്ലാം 50% 70% ഡിസ്കൗണ്ടിൽ ഇട്ടേക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം ശരിക്കും ഒരു 1000 റുപ്പീസ് മുതൽ 500 മുതൽ 1000 വരെയുള്ള റേഞ്ച് വൈസ് ആണല്ലോ. പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ 50. ഇപ്പൊ ഇത് ഈ ഫാബ്രിക് ഈ സംഭവമാണല്ലോ നമ്മൾ. ഇത് ഫുൾ ഡയബിളുടെ ഫാബ്രിക് ആണ്. നമ്മൾ നേരത്തെ അവിടെ ഡമ്മിയിൽ കണ്ടത്. ഞാൻ തന്നെ റേറ്റ് നോക്കട്ടെ ഒന്ന്, നിങ്ങൾ പറയണത് ശരിയാണോ അല്ലയെന്ന് നമുക്കത് ചെക്ക് ചെയ്യണ്ടേ. ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ, 630 പെർ മീറ്റർ. അത് ഇതിന്റെ വർക്ക് കാണണം. ഇതിങ്ങനെ വെറുതെ കണ്ടാ പോരാ, ഇതിന്റെ വർക്ക് കണ്ടോ, ഫാബ്രിക്കിന്റെ വർക്ക് കണ്ടോ. ഇതിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഇത് പകുതി വില. അങ്ങനെ വരട്ടെ. അപ്പൊ 680 ഓൾമോസ്റ്റ് 680 എന്നുള്ള 320 330 നമുക്ക് കൊടുക്കാം. അതും ഡയബിൾ ഫാബ്രിക്കിൽ കേട്ടോ. അപ്പൊ പെർ മീറ്ററിന്റെ റേറ്റ് പറയണത്. അതെ, ഫുൾ വർക്കോട് കൂടിയിട്ട് ഡയബിളിലാണ് വരുന്നത്. ഇഷ്ടം സെറ്റ്. ഇപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി തെളിക്കേണ്ട സമയമാണ്. കാരണം റേറ്റ് കുറവുള്ള സാധനങ്ങൾ കിട്ടല്ലേ അല്ലെ? പല ഡിസൈൻസ്, പല മെറ്റീരിയൽസില്. ഈ വർക്ക് കണ്ടോ, ഇത് 275 ആണ് വിലയുള്ളൂ. ഓക്കെ, 275 എടുത്ത് പ്രൂഫ് വരെ കാണിക്കാം. അത് നമ്മൾ 50% കൊടുക്കും. അപ്പൊ ഏതാണ്ട് 150 130 ആ ഒരു റേഞ്ച് ഉള്ളു. അപ്പൊ കുറെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ബണ്ടൽസ്, കുറെയൊക്കെ ഇങ്ങനെ കട്ട് പീസ് ആയിട്ട് ഇരിക്കണ്ടാവും. ഇതൊക്കെ അപ്പൊ തന്നെ കൈയോടെ കൊടുക്കും. ഒക്കെ 50% എന്ന് വെച്ചാൽ അപ് ടു 70% വരെയാണ്. ചിലതിനൊക്കെ 70% ഉണ്ടാവും, ചിലതിന് 50%, ചിലതിന് 30% അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട്. അപ്പൊ ഈ കാണുന്നത് ഫുൾ ഡയബിൾ. ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് നോക്കാം നമുക്ക്. കണ്ടോ,
ഇതൊക്കെ ആ ഒരു 675 ആ ഒരു റേഞ്ചിന്റെ പകുതി വില. കസ്റ്റമറെ കാണിക്കാൻ നമ്മൾ ഫ്രണ്ടിൽ വെച്ചെന്നുള്ളൂ. ഇതിന്റെ വൈഡ് റേഞ്ച് അപ്പുറത്തുണ്ട്. ഇവിടെ സെക്ഷൻ വൈസ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടേക്ക് എന്തായാലും നമുക്ക് എത്താം. എന്തായാലും കസ്റ്റമറെ കാണിച്ചിട്ടുള്ള സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. ഇതെന്താ കുറെ പ്ലെയിൻ സംഭവങ്ങൾ ഇരിക്കുന്നത്? ഇതെല്ലാം ഈ പറഞ്ഞ 20 രൂപയുടെ ജോർജറ്റ് ആണ്. 2.5 മീറ്റർ 3 മീറ്ററിന് താഴത്തേക്കുള്ളതെല്ലാം 30 രൂപ 20 രൂപ പെർ മീറ്ററിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കണല്ല, കട്ട് പീസ് ആയിട്ട് ഇരിക്കുന്നതുണ്ട്. സെമി സിൽക്കില് 30 രൂപ 40 രൂപ പെർ മീറ്റർ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒക്കെ കട്ട് പീസ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ടുള്ളത് വെറും പെർ മീറ്ററിന് 20 റുപ്പീസ്. ഇഷ്ടമുള്ള കളേഴ്സ് ഇപ്പൊ വന്ന് ചൂസ് ചെയ്യാൻ. കാരണം വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോ സാധനം കഴിയാൻ ചാൻസ് കളർ ചേഞ്ചസ് ഒരുപാട് നമ്മുടെ അടുത്തുണ്ട്. അതൊക്കെ നമുക്ക് കാണണം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഈ വാവ്, ഇവിടൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതൊക്കെ എത്രയാ പെർ മീറ്റർ? ഇതെല്ലാം 300 റുപ്പീസ് ആണ് പെർ മീറ്റർ. നമ്മൾ 70 റുപ്പീസ് റേഞ്ചിൽ നമ്മളിത് കൊടുക്കും. എന്താ പറയണേ? ഇപ്പൊ ഓണത്തിനൊക്കെ ഇവിടെ നമ്മുടെ സെലക്ഷൻ 300 280 നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ 70 റുപ്പീസ് പെർ മീറ്ററിന് കൊടുക്കും. ഇതിന്റെ ഒരുപാട് വൈഡ് റേഞ്ച് നമ്മുടെ അടുത്തുണ്ട്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും അങ്ങോട്ട് ആർവാദിക്കട്ടെ, ആഘോഷിക്കട്ടെ. അതും നല്ല നല്ല വെറൈറ്റീസ് ഇട്ടിട്ട്. അപ്പൊ മെറ്റീരിയൽ കൂടെ ആഘോഷിക്കട്ടെ. അതെ, അതാ സ്ഥലം പറഞ്ഞില്ലേ നമ്മളിപ്പോ എവിടെയാണ്? നമ്മൾ ആലുവയിലാണ്. ഷാവലി ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അധികം ദൂരമൊന്നുമില്ല. അപ്പൊ ഇനി നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഓൺലൈനിൽ കൂടെ ചെയ്തു കൊടുക്കാം. ഓൺലൈനിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് കളക്ഷൻസ് നമുക്ക് നോക്കാം. അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ഡീറ്റെയിൽ ഇവർ പറയുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിലും മുറിച്ചെടുത്ത് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ബുട്ടിക് ടേസ്റ്റ് ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ ഉണ്ട് കേട്ടോ. ഞാനൊന്നും ഉള്ളിലേക്ക് കിടക്കാൻ നല്ലത് ഓരോന്നോരോന്ന് വെറൈറ്റീസ് എടുത്ത് കാണിക്കാൻ. ഓക്കെ, ഇത് ഫുൾ വരുന്നത് നമുക്ക് ഒരു 50% ആ ഒരു ഫുൾ 50%. ഒരു 2-3 എടുത്ത് കാണിച്ചു തന്നെ ഒന്നുകൂടി. എല്ലാതും കാണിക്കാനുള്ളതാ. പക്ഷെ ഇത് കണ്ടോ, നല്ല വാവ്, നല്ല ഇതിന്റെ ഒക്കെ ക്രോപ്പ് ടോപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി. യോക്ക് കൊടുത്ത സാരി ബ്ലൗസ് കൊടുത്ത ഇത് കണ്ടോ, ഇത് 360 ആണ് ഇപ്പോൾ ആക്ച്വൽ റേറ്റ്. അതിന്റെ 50%. 360 അതിന്റെ 50%. അപ്പൊ ഇത് ഇരിക്കണത് ഒക്കെ ഏത് സെലക്ട് ചെയ്താലും അത് 50% ഡിസ്കൗണ്ടില്. ഇതിപ്പോ ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ കണ്ടത്. അതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇതും ഒരു ബുട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡസ്കി ടൈപ്പ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട്. ഇതൊക്കെ നോക്കിയേ, പീച്ച്. ഇതൊക്കെ ലെഹങ്കാസ് ഉടുപ്പിനൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറെ, എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. വെറൈറ്റീസ് വരുന്നുള്ളൂ. ഓർഗൻസയില്, ഇത് നെറ്റില്, ഇത് ജോർജറ്റില്, ഇത് ജോർജറ്റ്, ഇത് ഓർഗൻസ. ഓർഗൻസയില് വർക്ക് കൂടിയത്, വർക്ക് കുറഞ്ഞത്, അങ്ങനെ. ഇനി പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ പ്ലെയിനിൽ വരുന്നുണ്ട്. ജോർജറ്റില് ഇതൊക്കെ ഇങ്ങനെ 1 മീറ്റർ 2 മീറ്റർ ആയിട്ട് നമുക്ക് ഇപ്പൊ ഓൾറെഡി കട്ട് പീസ് ആയിട്ടുള്ളത് അങ്ങനെ 280 ആണ് റേറ്റ്. 140 കൊടുക്കുന്നു. കിടക്കട്ടെ അങ്ങോട്ട് അല്ലേ? ഇത് 330 ഒറിജിനൽ ചിനോൺ, പ്യൂർ ചിനോൺ, പ്യൂറിലല്ലേ? റേറ്റ് അവിടെ ഉണ്ട്. റേറ്റ് അടക്കാണ് കാണിക്കുന്നത്. ഇതിന്റെ പകുതി വില ഒക്കെ പകുതി വില. കിടക്കട്ടെ, 70. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഗൗൺ ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ലെഹങ്കാസിനൊക്കെ യൂസ് ചെയ്യാൻ. അത് പേസ്റ്റൽ ഷെയ്ഡിൽ ഡൈ ചെയ്യാവുന്ന ഐറ്റം ആണ്. അതൊരു 780-800 റേഞ്ചിൽ വരുന്നതാണ്. അതിന്റെ പകുതി ഒക്കെ പകുതി റേറ്റിന്. ഇത് ഒരെണ്ണം ഡൈ ചെയ്ത് വച്ചിരിക്കുന്നതാണ് സാമ്പിൾ. ഓക്കെ, ശരിക്കും ആക്ച്വലി ഇതല്ല തുണി വരുന്നത് ഈ ഒരു കളറാണ്. അപ്പൊ ആവശ്യത്തിന് ഈ കളർ വേണമെങ്കിൽ നമുക്ക് ഡൈ ചെയ്ത്, ഈ അല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ. എന്നുവെച്ചാൽ ഈ കളർ അല്ലെങ്കിൽ പോപ്പ് ഔട്ട് ചെയ്തെടുത്ത് നിൽക്കില്ല. ഡാർക്ക് ആകുമ്പോ ഒന്നുകൂടി ഡിം ആയി പോകും. അപ്പൊ ഈ അടിയിലിരിക്കുന്ന കുറച്ച് പ്ലെയിൻ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയേ. അടിയിലിരിക്കുന്ന ഫുൾ റോ സിൽക്ക്, ആ ഒരു മെറ്റീരിയൽ റോ കോട്ടണിൽ ഫുൾ ഈ കാണുന്നത് മൊത്തം പ്ലെയിനിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതിനും നമുക്ക് ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സെലക്റ്റീവ് പീരീഡിലേക്ക് എല്ലാ പർച്ചേസിനും 5% ഡിസ്കൗണ്ട് സെപ്പറേറ്റ് കൊടുക്കുന്നു. ഈ ക്രിസ്മസ് കഴിഞ്ഞാലോ? ക്രിസ്മസ് വരെ ക്രിസ്മസ് കഴിഞ്ഞ് അടുത്തത് വരും, പുതിയ കളക്ഷൻസ്. ഇങ്ങനെ ഇത് നിങ്ങൾ കൊണ്ടുപോയി വീട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കളക്ഷൻസ് നമുക്ക് പുതിയത് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ബ്ലാക്കില് ഫുൾ വർക്കോട് കൂടിയിട്ട് കേട്ടോ. അതും നെറ്റിന്റെ ഫാബ്രിക്കില് ഫുൾ മൾട്ടി കളറാണ്. ഇത് ഏതാണ്ട് 540 വരുന്നുണ്ട്. 270 250 270 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ഒക്കെ നമ്മുടെ സമയം എത്ര മണിയാ ഷോപ്പിന്റെ? 9:30 to 8 ആണ്. 8 o'clock വരെ. സൺഡേ ഓപ്പൺ. ഈ ക്രിസ്മസ് സമയമല്ല, അപ്പൊ പിന്നെ അത് വേണ്ടി വരും. ഇനിയിപ്പോ ഈ കാണുന്നത് മൊത്തം നമുക്ക് ഡയബിൾ മെറ്റീരിയൽസ് ആണ്. അതിന്റെ സാമ്പിൾസ് ഈ 50% ഡയബിൾ കൊടുക്കാവുന്ന സാമ്പിൾസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അല്ലാത്തത് മെയിൻ റേഞ്ച് ഒക്കെ ആ സ്ഥലത്താണ് ഇരിക്കുന്നത്. തിരക്കുണ്ട് കേട്ടോ, എല്ലാരും മേടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ
കൊറേ ബാനർ ഇതൊക്കെ കണ്ടിട്ട് അറിഞ്ഞിട്ട് കയറി ബാനർ ഇന്ന് വന്നിട്ടുള്ളൂ. നോർമൽ കസ്റ്റമർ ആണിത്. ഓക്കെ ഇനി റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. ഇനിയിപ്പോ വരാൻ പോണുള്ളൂ. ഈ കസ്റ്റമേഴ്സിന്റെ തിരക്ക് ആവുമ്പോഴേക്ക് നമുക്ക് വേഗം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോവാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഇങ്ങനെ പോംപം ചെയ്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. വിട്ട് കൂടിയ മെറ്റീരിയൽ 48 ഇഞ്ച് വിട്ട് വരുന്നതാ. അതും കൂടി ഉണ്ട് കേട്ടോ. വിട്ട് കുറവുള്ളത് കൂടുതലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കി എടുക്കാവുന്നതാണ്. നമുക്ക് എന്താണ് സെക്ഷൻ നമ്മൾ ഒരു 30% ഡിസ്കൗണ്ടിൽ ഇട്ടേക്കും. ഈ സെക്ഷൻ, ഈ ഒരു ഫുൾ സെക്ഷൻ. ഓക്കെ, 30%. ഇതൊക്കെ ഒരു മറ്റേ ബ്ലൗസ്, ലെഹങ്ക ഒക്കെ ചെയ്യാവുന്ന മെറ്റീരിയൽസ്. നെറ്റില് ഫുൾ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കോടും കൂടിയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് പീസ് എടുത്ത് കാണിക്കുന്നുള്ള ഇതെല്ലാം കാണിക്കാൻ പോസിബിൾ അല്ലല്ലോ. റീറ്റെയിൽ ആണ് കേട്ടോ. വീഡിയോ കോൾ ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതന്നെ രണ്ടും വൈറ്റ് ആണ്. ഒരു ലൈറ്റ് വൈറ്റും അതുപോലെ ഡസ്കിയും പിന്നെ ഒരു ബ്രൈറ്റ് വൈറ്റും. പിന്നെ ഓരോരുത്തർ സാമ്പിൾ ആയിട്ട് വരും. കുറച്ച് ട്രെൻഡിൽ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കുറച്ച് തിളക്കമുള്ളത് അല്ലേ? കൂടുതൽ ഈ ലെഹങ്കാസിന്റെ അടിയിലത്തെ സ്കേർട്ടിനൊക്കെ മെയിൻ ആയിട്ട് കൂടുതൽ ഇത് നന്നായി. പിന്നെ സാരിക്കും വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ആ മീറ്റർ ഒരു 5 മീറ്റർ എടുക്കാനും പറ്റും. മറ്റേ സോഫ്റ്റ് ഓർഗൻസയിൽ 310 ആണ് ഇതിന്റെ 30%. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ എത്ര മീറ്റർ ഉണ്ട് അത് മൊത്തം എടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടം അതാണ് നമ്മുടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇത് ഇമ്പോർട്ടഡ് ആണ്. കുറച്ച് കൂടുതൽ ഫ്രോക്ക് ഒരു മൾട്ടി റെയിൻബോ ഷെയ്ഡ് അല്ലേ ഇതിൽ ഫുൾ വന്നിരിക്കണം. എന്നാ സീക്വൻസ് ആണോ ചോദിച്ചാൽ സീക്വൻസ് അല്ല, പക്ഷെ ഇത് എന്തൊരു തിളക്കുണ്ട്. ഞാൻ ചോദിക്കാൻ വരായിരുന്നത് പോവോന്നുള്ളത്. അതെ, ഇത് ശരിക്കുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ലൈനിങ് ഒക്കെ ഇട്ട് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. ആ തയ്ച്ച് വരുമ്പോൾ നല്ല ഒരു ഫ്രോക്കിന്റെ ഒരു ലുക്ക് വരുമ്പോൾ തയ്ച്ച് വരുമ്പോൾ എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഇവർക്ക് സ്വന്തമായിട്ട് യൂണിറ്റും ഉണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റും ഡിസൈനിങ് സെക്ഷനും ഉണ്ട്. നമുക്ക് മുകളിൽ കാണിക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ആ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ പോലെ ഇല്ലെങ്കിൽ അവര് നമുക്ക് അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഫുൾ. അപ്പൊ ലൈനിങ്ങിന്റെ സെക്ഷൻ ക്രിസ്മസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഡിസ്കൗണ്ടിൽ തന്നെ കുറെ ഐറ്റംസ് ഇട്ടുണ്ട്. ക്രിസ്മസ് റേഞ്ച്. ക്രിസ്മസിന് വൈറ്റ് വേണമെന്ന് നിർബന്ധം ഉണ്ടല്ലോ. ഒരു നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിന് വൈറ്റോ റെഡോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നെറ്റിൽ, അതും സോഫ്റ്റ് നെറ്റിൽ ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കട്ട് വർക്കും പേൾ വർക്കും ഇതിൻ്റെ തന്നെ ഇഷ്ടം പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇങ്ങനെ കയറി പോവാൻ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ ഡിസ്കൗണ്ട്. ഇനി കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു സെക്ഷൻ നോക്കാം. ഈ ഒരു സെക്ഷനിലും ഫുൾ കുറച്ച് ഹെവി ജിഗ്ജാക്ക് ആ ഒരു മോഡലിൽ വരുന്ന കളക്ഷൻസ് അല്ലേ. ഹൽദിക്ക് ഈ ഒരു മഞ്ഞ നല്ല അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, ഇത് ഫുൾ വൈറ്റ് അല്ലേ സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഓഹോ ഫുൾ വർക്കോട് കൂടിയിട്ട്. ഇതൊക്കെ നമുക്ക് റേറ്റ് അറിയണമെങ്കിൽ ഇനി നിങ്ങൾ വിളിച്ചു വെച്ചാൽ മതി. കാരണം കുറേ ഉണ്ട്, എല്ലാത്തിൻ്റെയും റേറ്റ് എടുത്ത് പറയാനും പറ്റാത്ത സിറ്റുവേഷൻ. നോക്കിയേ, അതെ. ഇത് നമുക്ക് കൂടുതൽ ലെഹങ്കാസിനൊക്കെ ആയിരിക്കും. ടോപ്പിന് പോണ്ട് അല്ലേ. പിന്നെ അനാർക്കലി സ്റ്റൈലിലൊക്കെ നമുക്ക് സാരി ചെയ്യാം. ഓ ഐഡിയാസ് വരുന്നുള്ളോ. ഇതും ഒരു റെയിൻബോ സീക്വൻസ് വർക്കാണ്. ജോർജറ്റിന്റെ മെറ്റീരിയലാ. അതിന്റെ ശരിക്കും ഡാർക്ക് ഷെയ്ഡിൽ വരുമ്പോ കണ്ടോ, അതാണ് ശരിക്കും എടുത്ത്. ലൈറ്റിലാവുമ്പോ അത്രയ്ക്ക് കാണിക്കില്ല. പേസ്റ്റൽ വരുമ്പോ കുറച്ച് മാറ്റം, പക്ഷെ ഡാർക്കിൽ വരുമ്പോ ശരിക്കും അത് പോപ്പപ്പ് ചെയ്ത് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വർക്കുകള്. വർക്ക് ഇത് എടുത്ത ഇത് വൈറ്റിൽ തന്നെ. വൈറ്റും ബ്ലാക്കും ഒക്കെ ഇത്തിരി ട്രെൻഡിയാണ്. പിന്നെ പിങ്ക് ഷെയ്ഡും ലേഡീസിന്റെ എവർഗ്രീൻ കളർ അതല്ലേ, അതും നമ്മൾ ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് വാക്ക് ചെയ്യുക. നമ്മുടെ ആലുവയിലാണ്, അധികം ദൂരമൊന്നും ഇല്ല. ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. പ്ലെയിനിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ജോർജറ്റ് അല്ലേ, പ്യുവർ ജോർജറ്റില്. പ്യുവർ ജോർജറ്റില് പ്ലെയിനിൽ കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ലൈറ്റ്. ഇത് നമ്മളിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കണതാ. അതായത് വർക്ക് വരുന്നതിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് തന്നെ ജോർജറ്റ് നമ്മൾ ഡൈ ചെയ്തെടുക്കും. അപ്പൊ ആ ജോർജറ്റിന്റെ ഷോർട്ടേജ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇവിടെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഡൈയിങ് ഉണ്ടല്ലോ നമുക്ക് ഡൈയിങ് ഉണ്ട്, സ്വന്തമായിട്ട് ഡൈയിങ് ഉണ്ട്. ഡൈയും ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇനി ഒന്നിനും പുറത്തേക്ക് പോകണ്ട. ഈ മെറ്റീരിയൽ ഉണ്ടോ, ഫുൾ സീക്വൻസ് വർക്കിൽ അല്ലേ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മെറ്റീരിയൽ മേടിക്കാം, ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം, ഇവിടെ തന്നെ ഡൈ ചെയ്യാം. ഡിസൈനർ ടീമും ഇരിക്കുന്നുണ്ട്, നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. എല്ലാത്തിനും ഇവിടെ തന്നെ, ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെ തന്നെ, എല്ലാ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ.
ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ വരുന്നത്, സൂപ്പർ ഷെയ്ഡാണ് വരുന്നത്. ഇത് എന്തോര് ഇത് നോക്കിയേ, ഇത് ഫുൾ ഗൗണിന് അടിപൊളിയായിരിക്കും കേട്ടോ ബ്രൈഡിന് അല്ലേ. ഇത് ലൈനിങ് വെച്ച് കാണിക്കാം വേണമെങ്കിൽ. അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, ലൈനിങ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കുള്ള ലുക്ക് ഇതാ, ഇത് ഫുൾ ഇത്രയും ഹെവി ലുക്ക്. ഇതുപോലെ ബ്രൈഡിന് ഗൗണൊക്കെ വെക്കുമ്പോളേ ഇങ്ങനെയായിരിക്കും അല്ലേ ശരിക്കുള്ള ലുക്ക്. വാ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇപ്പൊ അടിയില് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇതാ ഇങ്ങനെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റും കൊടുക്കാം. എടുത്ത് കാണിക്കും, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് ശരിക്കും ഒരു ബ്രൈഡിനോ അല്ലെങ്കിൽ ബ്രൈഡിന്റെ തൊട്ടപ്പുറത്ത് അനിയത്തിക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒക്കെ ഇവിടെ സെറ്റാണ്. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ, ഇവിടെ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കുന്നത്, ട്രഡീഷണൽ വെയർ നമ്മള് ഓണം ഒക്കെ ചെയ്തത് ഇത് വെച്ചിട്ടാ. പിന്നെ പർദ്ദയുടെ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ഫുൾ, പിന്നെ ഇത് ഇപ്പൊ ബ്രൊക്കേഡ് ഐറ്റംസ്. ഈ കാണുന്നത് മൊത്തം ബ്രൊക്കേഡിന്റെ അല്ലേ. ഇവിടെ പർദ്ദയുടെ ഐറ്റംസ്, ഇത് ഫുൾ ഓണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കേരള ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഇതാ ബനാറസി ടച്ചില് വരുന്ന ഒരു കളക്ഷൻ, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. ബ്രൊക്കേഡ്, പ്യുവർ ബ്രൊക്കേഡ്, ഡയബിൾ ആയിട്ടുള്ള പ്യുവർ ബ്രൊക്കേഡ്. ഇത് നിങ്ങൾ ഡൈ ചെയ്തിട്ടുള്ള പീസ് വെച്ചിരിക്കുന്നു. എഫക്ട് ഇതായിരിക്കുന്നു കസ്റ്റമർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇതൊരു കളക്ഷൻ. അപ്പൊ ഡൈ ഇതില്ലേ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോണോ ഹൽദിക്ക്. ഹൽദി, പിന്നെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിട്ട് അതിന്റെ വർക്കും കാര്യം. ഇത് ഫുൾ ഡൈ ചെയ്ത് വെച്ചതാണെങ്കിൽ വർക്ക് വരുന്നത്. അപ്പൊ ഇത് എന്നുവെച്ചാൽ കളേഴ്സ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് ഒക്കെ ഇവിടെ വന്നാൽ കിട്ടും. കാരണം 1 ഫ്ലോർ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നെറ്റ് കോട്ടയിൽ പ്രിന്റ്, ഇതില് നമുക്ക് കുർത്തീസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് സൂം ചെയ്ത് കാണിക്കും. നല്ല ഭംഗിയുള്ള ഫുൾ പ്രിന്റുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ നെറ്റ് കോട്ടയില് ഈ മുകളിലും അത് തന്നെയാണ് അതിന്റെ പ്രിന്റ്. ഇത് ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റ്, ഇവിടെയും ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റ്. വലിയ പ്രിന്റ് വേണോ, ചെറിയ പ്രിന്റ് വേണോ, അജ്രക്കില് വേണോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫുൾ. ഇത് ഫുൾ ഇത് നെറ്റിന്റെ മാത്രം അല്ലേ, സോഫ്റ്റ് നെറ്റ് പ്ലെയിൻ മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് വർക്കിന്റെ എല്ലാം നമ്മുടെ അടുത്ത് ഉണ്ടാവും. എന്നുവെച്ചാൽ വർക്ക് ഉള്ളതും ഉണ്ട്, അതിന്റെ ബേസ് ആയിട്ട് അതിന്റെ ലൈനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് അതും ഉണ്ട് അല്ലേ. പിന്നെ ഹക്കോബയില് തന്നെ ഫുട്ബോൾ ഹക്കോബ, വലിയ ഹക്കോബ, അങ്ങനെ ഹക്കോബയുടെ വൈറ്റിൽ മാത്രം വരുന്ന ഒരു കളക്ഷൻസ്. ക്രീമില് ഒക്കെ അടിയിലും മുകളിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാ ഓഫ് വൈറ്റ് ഷെയ്ഡ് കേട്ടോ, ഈ ഫുൾ ഓഫ് വൈറ്റ് ഹക്കോബയില് തന്നെ വരുന്നത്. ഇനി കോട്ടന്റെ വൈഡ് റേഞ്ച് എവിടെയാ, അത് ഓപ്പോസിറ്റ് ഈ കാണുന്നത് അല്ലേ. ഓ, ആ കാണുന്നത് മൊത്തം കോട്ടന്റെ. ക്രിസ്മസിന്റെ ആയിട്ട് കളക്ഷൻ വന്ന് തുടങ്ങി. ഈ ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ നല്ല രസമായിരിക്കും. ഗ്രൂപ്പ് വന്ന് കുറെ സാധനം ഇറങ്ങി പോയിട്ട് കഴിഞ്ഞു. സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ച് മുൻകൂട്ടി എടുക്കണം, എന്നാലല്ലേ നമുക്ക് അത് ഗ്രൂപ്പായിരിക്കും മിക്കവാറും എടുക്കുക. സിംഗിൾ ആയിട്ട് അങ്ങനെ എടുക്കുന്ന പ്രോഗ്രാമിന് അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഓർഡറുകൾ ഉണ്ട്. ഇത് ക്യാമ്രിക് മെറ്റീരിയലാണ്, ക്യാമ്രിക് മെറ്റീരിയൽ, ക്യാമ്രിക് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ. അപ്പൊ കോട്ടണിൽ തന്നെ മുന്തിയ സാധനമുണ്ട്, അല്ലാത്തതുണ്ട് വെച്ചാൽ 60 കോട്ടനും ഉണ്ട്, അല്ലാത്തതുണ്ട്. ഇത് ഫുൾ കോട്ടന്റെ ജയ്പൂരി കോട്ടൺ, ജയ്പൂരി 60 എല്ലാം മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുണ്ട്. മൊഡാലുണ്ട്, നമ്മൾ പറഞ്ഞത് ഇതാണ് മറ്റേ ഡൈബിളുടെ. ഈ മൊഡാലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. മൊഡാലിൽ തന്നെ നമുക്ക് മെറ്റീരിയൽസ് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. ഇത് കുറച്ച് മൊഡാൽ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഒരു 590 ആ റേഞ്ച്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു സാരി മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈപ്പ് സാരിക്കൊക്കെ തന്നെ 6000 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ റേറ്റ് കുറവാണ്. ഇത് വേണമെങ്കിൽ മുറിച്ച് നമുക്ക് സാരി ആക്കാവുന്നതാണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് എല്ലാ ഡയബിളിലും നമ്മൾ ഡൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, എന്തായിരിക്കും എഫക്ട് എന്ന് കസ്റ്റമർക്ക് അറിയാൻ വേണ്ടി. പക്ഷെ സാധാരണ എല്ലായിടത്തും അങ്ങനെ ചെയ്ത് വെക്കാറില്ല. പക്ഷെ നമുക്ക് കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവരുത്, ഇതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഡൈ നിങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് പ്രശ്നം വരില്ല, നമുക്കും അത് കാണാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കലി വർക്ക് പാനൽ ചെയ്തിട്ടുള്ളത് അല്ലേ, സ്കേർട്ടിന് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ഞാൻ ഇതൊന്ന് വെച്ച് കാണിക്കാൻ പോകാം, അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. കണ്ടോ, ഇതൊരു ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം, നമുക്ക് ലെങ്ത് കൂടുതലാണ്. അപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സൂപ്പർ ആയിരിക്കും. ഡയബിൾ ഇത് ജോർജറ്റിലാണെങ്കിൽ, ഇത് കോട്ടണിലും ഓർഗൻസിലും എല്ലാത്തിലും ഉണ്ട്. ഡയബിളിൽ നമുക്ക് എല്ലാ ഫാബ്രിക്കിലും ഉണ്ട്, എല്ലാം. ദുപ്പട്ടയുടെ ഒക്കെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് ഡയബിൾ. കണ്ടോ ഇതില്ലേ,
അതും റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ദുപ്പട്ട നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഡൈ ചെയ്തെടുക്കാം. അത് ഇവിടെ തന്നെ ഈ ഒരു ദുപ്പട്ട അല്ലേ? കൂടുതൽ മൂവിങ് ആണ് അല്ലേ? പിന്നെ ഇത് സോഫ്റ്റും കൂടിയാണ്. മറ്റേ നെറ്റ് കോട്ട എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ഉണ്ട്. അത് കുറച്ച് ലോ ക്വാളിറ്റിയാണ്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി വൈസ് നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഒരു സീക്വൻസ് വർക്ക്. ഇതും ഡൈ ചെയ്യാൻ പറ്റും. ഞാൻ അത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ട്. അത് 100-120 തൊട്ട് ഉണ്ട്. പക്ഷെ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. അതില് മിറർ കുറവായിരിക്കും, സ്റ്റിഫ് ആയിട്ടിരിക്കും. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ആണ്. എനിക്ക് ആ ഫ്രണ്ടിലത്തെ ആണ് ഭയങ്കര ഇഷ്ടം. ഇത് കറക്റ്റ് എനിക്ക് മാച്ച് ആയില്ലോ. നല്ല സോഫ്റ്റ്, നല്ല ഫൈബ്രിക് വൈസ് നല്ലതാണ്. പിന്നെ മിററും ഇത്തിരി കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് എത്ര റേറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇത് 1000 സംതിങ് വരും, 1100 എന്തോ വരും. അത് കുറച്ചുകൂടി പ്യൂർ ആകുമ്പോൾ 3000 ആ ഒരു റേഞ്ച്. നമ്മളൊരു മീഡിയം റേഞ്ചിലുള്ളതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയാണ്. മെറ്റീരിയൽ വൈസ് എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പൊ ഇത് ദുപ്പട്ട കോട്ടന്റെ ഇതാണ്. കോട്ടൺ പിന്നെ ഗോഡൌണിൽ നമുക്ക് അവിടെ കാണാൻ പറയാം. ഓക്കെ, ഗോഡൌണോ? അതെവിടെയാ? ഓക്കെ, അത് ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ അവിടെ കണ്ടത് 50 രൂപ എന്ന് പറഞ്ഞു. ഇത് 300 റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇതെല്ലാം 50 രൂപ 70 രൂപ റേഞ്ചിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മീറ്റർ അനുസരിച്ച് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ 300 റേഞ്ചിന്റെ പെർ മീറ്ററിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഒള്ളി ഇവിടെ 50 അല്ലെങ്കിൽ 70 റുപ്പീസ് ആ ഒരു റേഞ്ചാ വരുന്നുള്ളൂ. ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിൽ കുറെ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ മുകളിലാണല്ലോ. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടാസ്. അപ്പൊ അതിന്റെ മേളിൽ പോയാൽ നമുക്ക് കുറെ കളക്ഷൻസ് കാണാൻ പറ്റും. ഇനി ഇതാണോ നമ്മൾ അവിടെ ഒരു 20 രൂപ പെർ മീറ്റർ എന്ന് പറഞ്ഞ സംഭവം? അതിന്റെ കട്ട് പീസുകളാണ്, ആ താഴത്തിരിക്കുന്ന പീസുകളാണ് 20 രൂപ. ഇതൊക്കെ നമുക്കിപ്പോ ആക്ച്വലി മാർക്കറ്റിൽ 70-80 ഒക്കെ റേഞ്ച് ഉണ്ട്. നമുക്ക് ഒരു 50 റുപ്പീസ് പെർ മീറ്ററിന് അത് ഈ ഒരു സംഭവം തോന്നുന്നുണ്ട്. ഫുള്ള് ഫുള്ള് അടിയിലത്തെ കാണുന്ന പ്ലെയിൻസ് അതിന്റെ ഇപ്പൊ 70-80-90 ആണ് റേഞ്ച്. അത് നമ്മളെല്ലാം ഇപ്പൊ കൊടുക്കുന്നത് 50-60, ബ്ലൂമിങ്ങിന് 60, നോർമലിന് 50 ആ റേഞ്ചിലാണ് നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് സെയിൽ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസം ക്രിസ്മസ് വരെ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് മാറും. പിന്നെ നോർമൽ റേറ്റിലേക്ക് വരും. തീരുന്നവരെ. അപ്പൊ അതിന് മുന്നേ വേഗം തന്നെ പർച്ചേസ് ചെയ്ത് മനസ്സിലായി ഐഡിയ ഉള്ളതൊക്കെ കവർ ചെയ്തോ. ഇത് കൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ സെയിം ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ സെമി സിൽക്ക് 100-120 ആ റേഞ്ച് വരണ. അപ്പുറത്തിരിക്കുന്നതൊക്കെ ഒരു 70-50 ആ റേഞ്ച്. ഏത്? ഈ സൈഡ്? ആ സൈഡ് അതെല്ലാം സെയിം. ഇതൊക്കെ പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ എടുത്തോരൊന്നും കാണിക്കുന്നില്ല. സെയിം മെറ്റീരിയൽ വൈസ് സെയിം ആയിരിക്കും. കളേഴ്സ് ഇഷ്ടംപോലെ ഡിഫറെന്റ് കളേഴ്സിൽ കാണിക്കാം. ലൈറ്റ് കളർ, ഡാർക്ക്, ഓരോ ചെറിയ കളക്ഷൻ വന്നു തുടങ്ങി. അത് ഇപ്പൊ ഓൾമോസ്റ്റ് സമയം ആവണുള്ളൂ. പക്ഷെ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നേരത്തോടെ മുൻകൂട്ടി അവർ ഐഡിയ ഉണ്ടെങ്കിൽ വേഗം തന്നെ മേടിച്ചു വെക്കും. എന്തായാലും നമുക്ക് ആ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നല്ല കളക്ഷൻസ് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് ഒരു നമുക്ക് 50 തൊട്ട് 70-100 ആ ഒരു റേഞ്ച് വരയ്ക്കും പെർ മീറ്ററിന് കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ശരിക്കും ആക്ച്വലി ഇതിന്റെ ഉപ്പാട സിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 180-220 ആ റേഞ്ച് വരുന്നത്. പക്ഷെ നമ്മളിപ്പോ റേഞ്ച് വൈസ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. 80-70 അത് വന്ന ക്വാളിറ്റി നോക്കിയാലോ എന്ന് വെച്ചാൽ തുണിക്ക് മാറ്റമുണ്ടല്ലോ. ഓരോ റേറ്റ് ആണ്. തുണിക്ക് മാറ്റമുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് ഇവിടെ ഓരോരുത്തർ മുറിച്ച് എടുക്കുന്നുണ്ട്. ഇത് ഡബിൾ ഷെയ്ഡിന്റെ ആ ഒരു ക്ലോത്ത് ആണല്ലേ. ഇത് ഷിമ്മറിൽ കേട്ടോ. ഇതൊക്കെ സാരിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കില്ല. അതിലൊരു ഡിസൈനർ ഇത് മുറിച്ചു കഴിഞ്ഞാ ഇതൊന്ന് തുണിയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. ഇതാണോ മുറിച്ചത്? ഇത് എന്തിനു വേണ്ടി? ബ്ലൗസിന് വേണ്ടിട്ടാ? ബ്ലൗസിന് ഇതാണോ സാരി ബ്ലൗസ് മാത്രമേ? അതെ. ഇതോട്ടോ ഷിമ്മർ ഷെയ്ഡില് ഡബിൾ കളറിൽ വരുന്നതാണ്. അപ്പൊ അത് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിന് കൂടാണ്ട് ഇവിടെയും ഇഷ്ടം പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഫുൾ ഇരിക്കുന്നത്. അതെല്ലാം ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലിൽ വാല്യൂ അഡീഷൻ വന്നേക്കുന്നത്. ഓക്കെ. ചെറിയ പ്രിന്റ്, ചെറിയ ത്രെഡ് വർക്ക്, പ്രിന്റെക്സ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഫുൾ സെക്ഷൻ വരുന്നത്. ഫുൾ വാല്യൂ അഡീഷൻ ആണ്. ജോർജറ്റ്, ചിനോൺ, ഷിഫോൺ അങ്ങനെയുള്ള ഫാബ്രിക്കുകളിൽ വെൽവെറ്റ്. ഇതിപ്പോ ഈ കാശ്മീരി സിൽക്ക് എന്ന് പറയും. അതിനകത്ത് പ്രിന്റ്, ചെറിയ പ്രിന്റുകൾ വന്നിട്ട് ഇതും സോഫ്റ്റ് തന്നെയായിരിക്കും അല്ലേ? ഇതാ സോഫ്റ്റ് തന്നെയായിരിക്കും. അതുപോലെ ഇവിടെയും കുറച്ച് പ്ലെയിൻ ഫാബ്രിക്കില് വിചിത്ര സിൽക്ക്, അങ്ങനത്തെ വെറൈറ്റി. ഡബിൾ ഷെയ്ഡ് ജോർജറ്റ്, അത് ബ്ലൂമിംഗ് ജോർജറ്റ്, നോർമൽ ജോർജറ്റ്, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മെറ്റീരിയൽ പറയണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പറയണത്. പക്ഷെ ഇവിടെ ഷിമ്മർ ജോർജറ്റ് എന്ന് പറയും. അങ്ങനെ പല പേരുകളാണ് ഓരോന്നിനും. ഇപ്പൊ
സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ വ്യത്യാസമായി, അവിടെ വരുമ്പോൾ വേറെ പേരാണ്, നോർത്ത് സൈഡിൽ വരുമ്പോൾ വേറെ പേരാണ്. പക്ഷെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താന്നുള്ളത്. അപ്പൊ ഇത് ഫുൾ ഫൈബ്രിക്കിന്റെ സെക്ഷൻ. ഇവിടെ എന്താ റയോൺ ആണോ അത്? ജോർജറ്റിൽ പ്രിന്റ്, ജോർജറ്റിൽ ഫുൾ പ്രിന്റ് വരുന്നത്. ആ ഒരു സെക്ഷൻ നമ്മൾ എത്തിയിട്ടില്ല. ജോർജറ്റിൽ പ്രിന്റ്. അപ്പൊ ജോർജറ്റും ഓർഗൻസിലും പ്രിന്റ് വരുന്നത് ഈ ഒരു ഏരിയ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഇത് 120, 130, 140 ആ റേഞ്ചാണ്. ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അല്ലേ? ഇത് പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു ഷിമ്മർ ടൈപ്പ് ജോർജറ്റാ. ഒരു ചെറിയൊരു തിളക്കണ്ടല്ലേ, ഡബിൾ ഷെയ്ഡ്, ഒരു ചെറിയ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു തിളക്കം നമുക്ക് വലിയവർക്ക് പറ്റില്ല. കുട്ടികൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിന് തന്നെ ഈ ഫുൾ പ്രിന്റ് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കുക. ഈ ഫുൾ പ്രിന്റ് ഒന്ന് കാണാൻ പറ്റാനായിട്ട് ഇപ്പൊ നിലവിൽ ഇരിക്കുന്ന സംഭവം കേട്ടോ. ഇപ്പൊ സ്റ്റോക്ക് കഴിയുമ്പോൾ അടുത്ത സ്റ്റോക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് റീഫിൽ ചെയ്തോണ്ടിരിക്കും. ഇതും ആ സെയിം അതിൽ തന്നെയാണ്. ഇത് ക്രേപ്പില് പ്രിന്റ്, സാറ്റിൻ അതിലൊക്കെ പ്രിന്റുകൾ മൊത്തം വരുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷൻ വരുന്നത്. അതുപോലെ പ്ലെയിനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് മാച്ച് ചെയ്തിട്ടുള്ള പാന്റും ടോപ്പ് അങ്ങനെയുള്ളതിന് കേട്ടോ. അത് മിക്സ് മാച്ച് ചെയ്തിട്ട് അല്ല ഇതിപ്പോ ജസ്റ്റ് വെച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഫുൾ ഫ്ലോറും മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്. ഇനി എന്തെങ്കിലും കാണിക്കണ്ട, മുകളിലേക്ക് പോയില്ല. ആ മുകളിലാണെങ്കിൽ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റ്, സ്റ്റിച്ചിങ് യൂണിറ്റ്, ഡിസൈനിങ് സെക്ഷൻ എല്ലാം. ഓക്കെ, അപ്പൊ മുകളിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. കബീര എങ്ങനെ പോയേ? അത് കാണിച്ചതാ ഞങ്ങക്ക് റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്. ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് റെഡിമെയ്ഡ് ഇടുമ്പോ അതിന് ഉള്ളിലേക്കുള്ള സംഭവം ഉണ്ട്, അതും കൂടി ഉണ്ട് ഇവിടെ. ഇന്നർ വേറെ സെക്ഷൻ. ഏതൊക്കെ ബ്രാൻഡ് ഇവിടെ? ഇവിടെ അങ്ങനെ 1-2 ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ബ്രാൻഡുമായിട്ട് വി സ്റ്റാർ ആണ് ചെയ്യണത്. അപ്പൊ വി സ്റ്റാർ എന്ന് വെച്ചാൽ ഇന്നർ വെയർ കളക്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. ബോട്ടം വെയർ സെക്ഷൻ, ചുരി ബോട്ടം, പിന്നെ ലെഗിൻസ്. പിന്നെ ഇത് നമ്മള് ഇപ്പൊ ഈ റെഡിമെയ്ഡ് ആയിട്ട് വന്നത് ഇപ്പൊ ഈ ഒരു ട്രെൻഡിലുണ്ട്, സിൽക്കി ഓർഗൻസയില് ഒരു ചിന്നോൻ ആ ഒരു ഇതിലേക്കൊക്കെ പെടും അല്ലേ? വേണമെങ്കിൽ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് പോണതാണ്. ദുപ്പട്ടയാണ്, ഹാൻഡ് വർക്കോട് കൂടി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പേസ്റ്റൽ ഷെയ്ഡും ഒരു പക്ക പാർട്ടി വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. 3 പീസിന്റെ, അതും പാനൽ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു പാനൽ കട്ട് വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഷേപ്പും നല്ല ഭംഗിയിലും കൊടുക്കും. അപ്പൊ ഇതിന്റെ റേറ്റ് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് 2700 വർക്കുള്ളതാണ്. മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. ഇനി ഇതില് ചെറിയൊരു ഡിസ്കൗണ്ട് ഞാൻ എന്റെ വക തരാം. ഒരു ചെറിയ ഡിസ്കൗണ്ട് ചേച്ചി പറഞ്ഞു, ഒരു 5% കൊടുക്കാം. ഓക്കെ, അപ്പൊ ഡീൽ. അപ്പൊ ഈ ഒരു സെക്ഷൻ റെഡിമെയ്ഡിന്റെ സെക്ഷനിൽ 5% ഡിസ്കൗണ്ട് എന്റെ പേര് പറഞ്ഞു വരുന്നവർക്ക് കിടക്കട്ടെ. അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസും കളേഴ്സും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഇരിക്കണുണ്ടപ്പോ ഇത് എനിക്ക് തോന്നുന്നു റണ്ണിങ് മെറ്റീരിയൽസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അൺസ്റ്റിച്ചഡ് സെയിം. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കളക്ഷൻസ്. ദുപ്പട്ട അതും ഫുൾ ഡിജിറ്റൽ പ്രിന്റില്, വിത്ത് ഹാൻഡ് വർക്ക്. സൈഡിൽ ഇങ്ങനെ കട്ട് ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ നല്ല എന്താ പറയുക, പാർട്ടി വെയർക്കൊക്കെ പക്ക കളക്ഷൻ. ഇനി അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് കോട്ടൺ ബേസ് ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കളക്ഷൻസും ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാം. അപ്പൊ കുറച്ച് കളക്ഷൻസ് കൂടുതൽ കാണിക്കാം. നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്ന കുറേ ഐറ്റംസ് നല്ല നല്ല വെറൈറ്റീസ് അല്ലാത്തതും ഉണ്ട്, ഇവിടെ നോർമൽ ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ ഇതൊക്കെ വർക്കുള്ളത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ത്രെഡ് വർക്കോട് കൂടിയിട്ട്, സീക്വൻസ് വർക്കോട് കൂടിയിട്ട്. ഓപ്പൺ ചെയ്താൽ കറക്റ്റ് ആ ഒരു ഇത് സെൽഫ് ഡിസൈനിൽ വരുന്ന ഒരു കളക്ഷനാണ് കണ്ടോ. സെൽഫ് ഡിസൈൻ. അതുപോലെ തന്നെ കാണുന്നത് മൊത്തം വീവിങ് ആണ്. ഇടയിൽ ആ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതില് ദുപ്പട്ട സൂപ്പർ കണ്ടോ. സെയിം മെറ്റീരിയൽ ആണ്. മെറ്റീരിയലിന് ഒരു മാറ്റവും ഇല്ല. ആ ഇതിന്റെ കളേഴ്സ് ഉണ്ട്. അതെ, ഇതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ഇവിടെ മാത്രമല്ല, ദാമന്റെ അവിടെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ. മുകളിലും ദാമന്റെ അവിടെയും. ഇതും ഒരു ഷിമ്മറി. ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ കൂടുതൽ ട്രെൻഡ് ഇപ്പൊ ഇങ്ങനത്തെ ഷിമ്മറി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അതില് നേരത്തെ കണ്ടത് നമ്മൾ സെൽഫ് ഡിസൈനിലായിരുന്നു. ഇത് പ്ലെയിനിൽ നമുക്ക് വർക്ക് ഉള്ളത്. ഈ വർക്കിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഒരു ആപ്ലിക് വർക്ക് കണ്ടോ. ഈ പീസ് ഫുൾ വർക്ക് ഉള്ളത് ജോർജറ്റിൽ അല്ലേ? ഓ പക്ക ഫുൾ വർക്കോട് കൂടിയിട്ട്, നല്ല ഹെവി വർക്കോട് കൂടിയിട്ടാ. ഓ എന്ത് രസമല്ലേ ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു കളറും സൂപ്പർ. ഇതിലെന്നാ ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് എല്ലാം ഈ പേസ്റ്റൽ ഷെയ്ഡ് നോക്കിയേ
ഇതും ഫുൾ വർക്കോട് കൂടിയിട്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ്, റെഡിമെയ്ഡും ഉണ്ട് കേട്ടോ. വാവ്, എന്തൊരു വർക്കാ അല്ലേ, സൂപ്പർ കളക്ഷൻ. അപ്പോൾ ഇഷ്ടം അനുസരിച്ച് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഒരു ഏകദേശം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എത്ര വരും? 500 തൊട്ട് സ്റ്റാർട്ടിങ്, 500 തൊട്ട് അങ്ങോട്ട് കയറി താഴേക്ക് നമ്മൾ വയ്ക്കാത്തതെന്ന് വെച്ചാൽ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, കംപ്ലൈന്റുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ 500 പോലാണ് സേഫ് ഗെയിമാണ്. കൊണ്ടുപോയാലും അവര് സർട്ടിഫിക്കറ്റ് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വരും. നമുക്ക് അതാണ് ആവശ്യം. ഇത് കസ്റ്റമർ വൺ ടൈം ബിസിനസ്സിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, വീണ്ടും കസ്റ്റമർ വരാനുള്ള ഇന്റൻഷനോടുകൂടിയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ വെറൈറ്റീസ് ഇതിൽ തന്നെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. എല്ലാം കാണിക്കാൻ നിൽക്കാൻ പോസിബിൾ അല്ല, പക്ഷെ വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാനുള്ള ഓപ്ഷൻ, ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കളക്ഷൻസ് ആയില്ലേ. അപ്പോൾ ഇതിൽ തന്നെ കോട്ടണിൽ വരുന്നുണ്ട്, ഷിമ്മറിയിൽ, ഓർഗൻസയിൽ, അങ്ങനെ മെറ്റീരിയൽസ്. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോയേ ഈ ഒരു മെറ്റീരിയലൊക്കെ നോക്കിയേ, ഇതും ഷിമ്മറിയിൽ തന്നെയാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ടും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ഇതാ. കബീർ ഇനി നമുക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടോടേ ഇരിക്കും. കളക്ഷൻസ് ആണ് കാണുന്നത്. ഒരു പിൻടെക്സ് സ്റ്റൈലിലാണ് ചെയ്തിരുന്നത്, ഫ്രില്ല് വൺ സൈഡ് വന്നിട്ട്. ഇത് ശരിക്കും വെച്ച് നോക്കിയാലാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ. ഇതിനൊക്കെ കളേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റെഡിമെയ്ഡ് ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. നേരത്തെ അൺസ്റ്റിച്ചഡ് ആണ് കാണിച്ചത്. നല്ല മെറ്റീരിയൽ വൈസ് അടിപൊളിയാട്ടോ. ഇതും ഒരു ഷിമ്മറിയിലാണ് വരുന്നത്. ഷിമ്മറിൽ ഫുൾ പ്രിന്റോട് കൂടിയിട്ട് 3/4 ആണ് സ്ലീവ് വരുന്നത്. ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ എടുത്തോട്ടോ, പിന്നേക്ക് വെച്ച് കഴിഞ്ഞ സാധനം കിട്ടില്ല കേട്ടാ. നല്ല നല്ല വർക്കുള്ളത്. ഓ, ക്രിസ്മസിനൊക്കെ നല്ല നല്ല ഓഫേഴ്സ് ആവുമ്പോ എന്തൊരു ആർമാദിക്കാന്നല്ലേ. പുതിയ മെറ്റീരിയൽസ് ഇതിന് നമ്മൾ 5% കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഫുൾ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സൈസസ് ഒക്കെ എങ്ങനെയാ വരിക? സൈസസ് സ്മോൾ മുതൽ XXL 4XL വരെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും. ഓക്കെ, സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ മതി. ട്രിപ്പിൾ എക്സൽ. ഓക്കെ, മെറ്റീരിയൽ നോക്കിയേ, അജ്രക്ക് പോലെയല്ലേ, മൊഡാൽ സാറ്റിൻ പോലെ. ഓ, മൊഡാലിന്റെ ഒരു ഫിനിഷിംഗ് അല്ല, പക്ഷെ മൊഡാലിന്റെ ഫിനിഷിംഗ് ഉണ്ട് ശരിക്കും. ആ ഒരു മൊഡാലിന്റെ ടച്ച് നമുക്ക് ഫീൽ ചെയ്യുമ്പോ, തൊടുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാലിന്റെ പോലത്തെ ഫാബ്രിക്. പക്ഷെ മോഡൽ സാറ്റൻ ആ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. അതും ഫുൾ സ്ലീവ് ആണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യം, ചിലർ ഫുൾ സ്ലീവ് തപ്പി നടക്കുന്നവരുണ്ട്. അതെ, ഫുൾ സ്ലീവിൽ ഇങ്ങനെ അടിയിൽ വർക്കുള്ളതും. വർക്ക് അടിപൊളിയുണ്ട് കേട്ടോ, സൂപ്പർ വർക്ക് ആയിട്ടുണ്ട്. ദുപ്പട്ടയിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ചുരിദാർ സെറ്റ് കണ്ടില്ലേ, ആ ഫാബ്രിക്കിന്റെ സെയിം അതിന് തന്നെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള. അതും ഫുൾ ഡിജിറ്റൽ വർക്ക് ആയിട്ട്. ഷോള് വൺ സൈഡ് ഹെവി വർക്ക്, ടു സൈഡ് ഉണ്ട്, വൺ സൈഡ് അല്ല, ടു സൈഡ് ഫുൾ ഹെവി വർക്ക്. നല്ല പേസ്റ്റൽ ഷെയ്ഡ്, നല്ല ഗ്രീൻ പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ റെഡിമെയ്ഡിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. ഞാൻ അതന്നെ എടുക്കാൻ പോയത്. ഇത് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇത്തിരി കൂടുതൽ. അതെ, ഇത് ഏത് കാര്യത്തും 365 ഡേയ്സ് ഓടുന്ന സംഭവം ഓടും. ഒരു സ്റ്റാൻഡേർഡ് അതിന് തന്നെ ഉണ്ട്. ഇതൊക്കെ ട്രെൻഡ് പോയാലും ഈ ഒരു സംഭവം ട്രെൻഡ് പോവില്ല. ഇത് അൺസ്റ്റിച്ചഡ് ആട്ടോ. ഇത് എടുത്തു വെച്ചതാന്ന് തോന്നുന്നുണ്ട് ഇവര്, കസ്റ്റമർ എടുത്തു വെച്ചതാണ്. കോട്ടണില് പോച്ചമ്പള്ളി ഡിസൈൻ. പോച്ചമ്പള്ളി ഡിസൈനിലാണ് ആപ്ലിക് വർക്ക്, കാന്ത വർക്കാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. യോക്ക് പോർഷനില് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അതിന് തന്നെയുണ്ട്. നെറ്റ് കോട്ടയുടെ ഷോള് അതിൽ തന്നെ നമുക്ക് ആ ഒരു പോച്ചമ്പള്ളിയുടെ സെയിം പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ. ഇതാ കടന്നോ സെയിം പാൻറ്റും സെയിം തന്നെ കേട്ടോ. ആ ഒരു ഡിസൈനിൽ പ്രിന്റോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ഫുൾ. അപ്പൊ ഇനി ഇങ്ങോട്ട് കിടക്കാല്ലേ, അച്ചിറക്കില് പാച്ച് വർക്ക്, നോർമൽ ഡെയിലി വരുന്ന ഒരു സെമി പാർട്ട്. ഓക്കെ, 2 പീസിന്റെ കളക്ഷൻ വിത്ത് 2 പീസ് ലൈൻ ആയിട്ടുള്ള പാൻറ്റ്. അങ്ങനെ കടന്നോളൂ. ഒന്ന് ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കും, ആ ചേച്ചിക്ക് ഒന്ന് കിടക്കണത്. ഇല്ല, കാണില്ല, സൈഡിൽ കൂടെ പോക്കോളൂ. അവിടെ നിന്ന് നോക്കാനാണ്. ഓക്കെ, ചിലർക്ക് ക്യാമറയില് ഫിയർ ആണ്, കുറച്ച് മടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഫാബ്രിക്, മൊഡാല് പോലത്തെ ഫാബ്രിക്, മൊഡാലല്ല സാറ്റിൻ ആണ് പ്രിന്റ്, സാറ്റിൻ ഫാബ്രിക്. പണ്ടത്തെ സാറ്റൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിളക്കരിക്കുക. ഇത് അങ്ങനെയല്ല, സട്ടലാണ്, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, കംഫർട്ടബിൾ ആണ്.
ഓ ദുപ്പട്ട നോക്ക്, ഇത് രസമല്ലേ. അതും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് ഇത് നിങ്ങളുടെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലില്ല അല്ല, പക്ഷെ ഒരു കാര്യം പറയാണ്ട്, കളക്ഷൻസ് ഇഷ്ടമായിട്ടോ മൊത്തത്തിൽ. ഈ ഒരു സംഭവം കൂടി കാണിക്കട്ടെ. ആപ്ലിക് വർക്കില് യോക്കില് ഇവിടെയും വർക്ക് ഉണ്ട്. ഇത് കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. ആപ്ലിക് വർക്ക് വിത്ത് കോട്ടൺ ഷോൾ ആണ്. കോട്ടന്റെ ഷോൾ, അതും കോൺട്രാസ്റ്റ് ആയിട്ട്. ഇതാ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പൊളിയല്ലേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ അൺസ്റ്റിച്ചഡ് ആണ്, ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ട, നാസ്ബിന്റെ ദുപ്പട്ട. അതിൽ വർക്ക് പ്രിന്റ് വരുന്നത്. ഷോർട്ട് ടോപ്പുകൾ ഉണ്ട് കേട്ടോ. ഷോർട്ട് ടോപ്പ്, ജീൻസ് ടോപ്പ്, ജീൻസ്. ഈ ഷോൾ നോക്ക്, ബ്രാസോര അല്ലേ. ബ്രാസോര ഒരു 3D ഫീലിംഗ് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു കളക്ഷൻ. അതെ, അതും ഒറിജിനൽ. അതെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കളക്ഷൻ കഴിഞ്ഞ് റെഡിമെയ്ഡ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ നമ്മൾ ഏകദേശം കാണിച്ചിട്ടുള്ള. ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഫുൾ വെസ്റ്റേൺ വെയറിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. വെസ്റ്റേൺ വെയറിൽ 1-2 പീസ് എടുത്ത് തരാൻ പറ്റുന്ന ചൊവ്വരെ. ഇത് പോപ്കോൺ മെറ്റീരിയൽ, പോപ്കോണില് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അൺസ്റ്റിച്ചഡിന്റെ റെഡിമെയ്ഡിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ വെസ്റ്റേൺ വെയറും ആയി. ഒന്ന് എടുത്തോ. വെസ്റ്റേൺ വെയറിന്റെ ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻസ്. അപ്പൊ ജീൻസും ഉണ്ടാവൂലോ? അങ്ങനെയാണ്. ആ, ടോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസ് എന്തായാലും ഉണ്ടാവണം. പെൻസിൽ പാന്റ്, പാന്റിലെ വെറൈറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് അല്ലേ. ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻസ് ആണ് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡ് മൊത്തം ഇരിക്കുന്നത്. ആ, ഈ കാണുന്നത് മൊത്തം ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഫ്രീ സൈസ് ആയിരിക്കും മിക്കതും വരുന്നത്. മിക്കതും ഫ്രീ സൈസ് ആയിരിക്കും വരുന്നത്. ഇത് ഫുൾ കാണിക്കാൻ പോസിബിൾ അല്ല, പക്ഷെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 2-3 പീസസ് ഇന്നലെ രാത്രി വന്നേക്കണത് അതൊക്കെ അല്ലേ. ഓക്കെ, ഇതും ഈ ഒരു സെയിം ഗൗൺസ്. ഇത് കണ്ടോ, ഇത് കുറച്ച് വെറൈറ്റി അല്ലേ. ഡെനിമിന്റെ ഫുൾ ഫീലിംഗോട് കൂടിയിട്ട് പോപ്കോൺ മെറ്റീരിയൽ. ഡെനിമോ അല്ല ഇത്. അല്ല, ഡെനിമോ അല്ല, എന്നാൽ ഡെനിമിന്റെ ഫീലിംഗ് കൊടുക്കും. നടുക്കിൽ ആ ഒരു പോപ്കോണിന്റെ ഡിസൈൻ, ആ ഒരു മെറ്റീരിയലും കൂടിയിട്ട് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ. ഇത് സിംഗിൾ ഒരു കുർത്തി മാത്രമായിട്ട്. അപ്പൊ എല്ലാത്തും ഇത് ഇവിടുന്ന് എടുത്തു. ആ, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി കബീർ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കബീർ ഞങ്ങൾ ചൈനയിൽ വെച്ച് പരിചയപ്പെട്ടതാ. ചൈനയിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടുപെട്ടതാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ഷോപ്പ് ഉണ്ടാവുന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആയി. ഫുൾ കളക്ഷൻ കൊണ്ട് കളക്ഷൻ. ഇവിടെ മാത്രമല്ലല്ലോ, എവിടെയാ പറയാ, കോതമംഗലം, അടിമാലി, പെരുമ്പാവൂര്, കോലഞ്ചേരി, അങ്ങനെ എല്ലാ സ്ഥലത്തും. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയണത് കേട്ടോ. വരാൻ പോകുന്നു. എന്നോട് ഫോൺ വിളിച്ചു. ഫോൺ എടുത്തോ, ഫോൺ കട്ട് ചെയ്തിട്ട് സംസാരിക്കും. കബീരെ, ഫോൺ വിളിയൊക്കെ കഴിഞ്ഞാ? വൈഫൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ചൈന പോയപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. ചൈനയിൽ എത്തിയതിനു ശേഷം എന്നാലും വിളിയാണ്, എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. കുർത്തീസിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ്, പ്യുവർ കോട്ടൺ. ചേച്ചി, ഇതിലൊക്കെ ഏകദേശം റേറ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ 370 തൊട്ടിട്ട് നമുക്ക് ഡെയിലി വെയർ കുർത്തീസിൽ, അതും പക്ക കോട്ടന്റെ കേട്ടോ. ഡെയിലി വെയറിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പർച്ചേസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ഓൺലൈൻ വരുത്തിക്കണ പോലെയല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ നേരിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത് ഫുൾ കോട്ടൺ റയോൺ ആ ഒരു മെറ്റീരിയലിൽ ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ഇരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ മൊത്തം. അപ്പൊ ഒരെണ്ണം കാണിച്ചു, ഒരെണ്ണോടും കാണിക്കാൻ വേണമെങ്കിൽ ഇതൊരെണ്ണം കൂടി ഒന്ന് കാണിക്കാം. അപ്പൊ 350, 370 മുതലാണ് സ്റ്റാർട്ടിങ്. ഇതൊരു വേറെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുണ്ട്. കുർത്തീസ് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്, എ ലൈനിൽ വരുന്നുണ്ട്, വർക്ക് ഉള്ളത് വരുന്നുണ്ട്, ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്. ഇത് വർക്ക് ഉള്ളത് കേട്ടോ. ഇത് സ്ട്രേറ്റ് കുർത്തി, അതിൽ വൺ സൈഡ് നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് വരുന്ന ഒരു പ്യുവർ കോട്ടണില് പാച്ച് വർക്കില് കാന്ത പ്രിന്റില് ഡെയിലി വെയറിന്. ഇതൊക്കെ ഭയങ്കര മൂവിങ് ആ ഡെയിലി വെയറിന്. പിന്നെ ഇത്രയല്ലേ റേറ്റ് ഉള്ളൂ, റേറ്റും കുറവാണല്ലോ. പിന്നെ ഇനി ദുപ്പട്ടാസ്, ഇത് ദുപ്പട്ടാസ് കാണിക്കാം. അതിനു മുന്നേ ഇവിടെ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതാ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കുറച്ച് കളക്ഷൻസ്
ചിലർക്ക് ഇങ്ങനെ കുർത്തീസ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഗൗൺ ടൈപ്പ് ആയിട്ടുള്ളത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഷോളും ടോപ്പും മാത്രം 2 പീസിന്റെ പാന്റ്. ഇത് അംഗ്രക്ക സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. ഇങ്ങനെ 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇതൊക്കെ കണ്ടോ, ഇത് ഈ സെയിം സംഭവം എൻ്റെ കയ്യിലുണ്ട്. നല്ല ഇത് ഇട്ടിട്ടില്ലേ, നല്ലൊരു ഹെവി നെക്ലസ് കിട്ടുക ആൾക്കാർ തന്നെ ഇതൊരു 5000 6000 ആ ഒരു ഫീലിംഗ് അവർ പറയണേ. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല, മേടിച്ച കാശ് എനിക്കെല്ലാം അറിയുള്ളൂ. റേറ്റ് ഞങ്ങൾ പറയില്ല, റേറ്റ് ഇവിടെ വന്നിട്ട് അറിഞ്ഞോട്ടോ അല്ലേ. ആ ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ലെഗിൻസിന്റെ തന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ, ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് ഉള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനി ദുപ്പട്ടയുടെ സെക്ഷനാണ് ഈ ഒരു ഫുൾ സെക്ഷൻ കാണുന്നത്. ദുപ്പട്ടേഴ്സിൽ നമുക്ക് ഡയബിൾ ഉണ്ട്, അല്ലാത്തതുണ്ട്, ജോർജറ്റ്, ഓർഗൻസ, കോട്ടൺ മോഡലില് അജ്രക്കിന്റെ ദുപ്പട്ടയുണ്ട്, ഹെവി സിൽക്കിന്റെ ഉണ്ട്, ടസർ ഉണ്ട്. ഇപ്പൊ പിന്നെ ഇത് ഈ ഒരു ടൈപ്പാണ് ഇപ്പൊ കൂടുതലായിട്ട് പോകുന്നത്. ഇങ്ങനത്തെ കോട്ടണിൽ സിമ്പിൾ ആയിട്ടുള്ള ബുട്ട വർക്കും ചെറിയ ചെറിയ ബൂട്ട വർക്ക് ആയിട്ടുള്ളത്. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ, ഫീൽ ചെയ്യുമ്പോ തന്നെ കണ്ടോ മെറ്റീരിയൽ. അജ്രക്കിന്റെ ഒരു റെപ്ലിക്കയാണ്. ഓക്കെ, അജ്രക്കായിട്ട് യൂസ് ചെയ്യാം. അത് എന്താ പറയാ, ഒറിജിനൽ ഒക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് കൊടുക്കണം. ഇത് 445 രൂപ അത്രേ ഉള്ളൂ. പ്രിന്റ് ഉണ്ടോ, ഫ്രഷ് പീസ്. അതും വിത്ത് മിറർ ആണ് കേട്ടോ, മിറർ വർക്കാണ്. ഇതാ വിത്ത് മിറർ, അതും ഒറിജിനൽ മിറർ ആണ്. അതും നല്ല ഭംഗിയുള്ള. അതെ, ഇതും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, ഇഷ്ടമുള്ള ഏത് കളർ. അതുപോലെ കോട്ടൺ മാത്രമല്ല ജോർജറ്റിലും മിറർ വർക്ക് ആയിട്ട്. ഇത് നമ്മൾ താഴത്ത് കണ്ടു, ഇൻഡിഗോ എപ്പോഴും ട്രെൻഡാണ്, അതിനൊരു മാറ്റവും ഇല്ല. ചേച്ചി ഒന്ന് ഓപ്പൺ ചെയ്യോ. അജറക്കില് ഡിഫറെന്റ് കളർ, ഗ്രീനും ബ്ലൂവും, ഇൻഡിഗോയില് അതും ഒറിജിനൽ മിററോട് കൂടി. ഇതൊക്കെ ഇട്ട അവിടെ ഇങ്ങനെ കിടക്കും, ബോഡി ആക്കിങ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെയൊക്കെ സാരീസ് ഒക്കെ കൂടുതൽ മൂവിങ് ആണ്. സാരീസ് വെക്കുന്നില്ല നമ്മള് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അടുത്ത് ഫാബ്രിക് ഉണ്ടല്ലോ, ടസറും ഡയബിളും ഒക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മള് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും, ഡൈയിങ്ങില് 2 ഷെയ്ഡ് 3 ഷെയ്ഡ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആ യൂണിറ്റിൽ കാണാം. ഓക്കെ. ഇതും ആ ഒരു അജ്രക്കിന്റെ അതിൽ തന്നെ പ്രിന്റ് ഒക്കെ മാറി മാറി ഇങ്ങനെ വരുന്ന ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാ 2 ഷെയ്ഡ് ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചതില് 2 ഷെയ്ഡ് അല്ല, ഓൾമോസ്റ്റ് കുറെ ഉണ്ട്. ഇത് പ്യുവർ അത് ഫീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ പ്യുവറും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ പ്യുവറും ഉണ്ട്, റിപ്ലിക്കും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ദുപ്പട്ടേരെ സെക്ഷനായി. ഇനി നമുക്ക് ഒന്ന് യൂണിറ്റിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഓർഗൻസയില് ഷിമ്മർ എല്ലാവർക്കും ഇപ്പൊ കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ബ്ലാക്കിന്റെ കൂടെ വെറുതെ കോൺട്രാസ്റ്റ് ആയിട്ട് സിമ്പിൾ ഷോളർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. റേഞ്ച് വൈസും അല്ല. അതെ, അടിപൊളി അല്ലേ, സൂപ്പർ. അപ്പൊ ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് നിങ്ങൾ വന്നാൽ എന്തായാലും വെറും കൈയോടെ ഇവിടുന്ന് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പ് അല്ലേ. അത് തന്നെ, ഒരു സാധനം കൂടെ കണ്ട് നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. ഇതൊക്കെ ഇത് ശരിക്കും ഡയബിളുടെ ഒരു സെയിം ഫൈബ്രിക്കില് കുറച്ചുകൂടി അല്ലേ പ്യുവറില് പെട്ടിട്ടുള്ള. അതും ആ ഒരു ഫ്രഞ്ച് നോട്ടും പിന്നെ സീക്വൻസ് വർക്കും 200 ഉള്ളൂ. ഇത്രയും വർക്കോട് കൂടി, ഹെവി വർക്കോട് കൂടി. ഇതിന്റെയൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട് നമ്മുടെ അടുത്ത്. സീരിയസ്ലി? അതെ. അതിന്റെ റേഞ്ച് ഞാൻ പറയാം. ചേച്ചി എത്ര ചേച്ചി പറയൂ, ഇത് എത്രയാന്ന്? 370. 220 ഉണ്ടായി, അത് അത്രയും പ്യുവർ അല്ല. അപ്പൊ 370 ഇത് 370. അപ്പൊ അതിലും 5% ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് കിടക്കട്ടെ എന്റെ വക. അപ്പൊ ഇനി നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. ഓക്കെ, യൂണിറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ചേച്ചി നമുക്ക് യൂണിറ്റ് കാണാം. ഇവിടെയാണോ യൂണിറ്റ്? ഇവിടെയാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്ന സംഭവം അല്ലേ. അതെ, ഇവിടെ ഹാൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയ്യ ഇരുന്ന് ഹാൻഡ് वർക്ക് ചെയ്തോണ്ടിരിക്കുക. हिंदीयानो भैया एक ब्लाउज मेरे लिए भी कर देना. करेगा ना? एकदम बढ़िया हैवी हैंड वर्क वाला. दोस्त है मेरा तो कर लेना. दोस्त है, फ्रेंड है कबीर का. हाँ, तुम्हारा बॉस का फ्रेंड है तो थोड़ा अच्छे से और करना. അല്ലെങ്കിലും നന്നായി ചെയ്യും. ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ റെക്കമെൻഡ് ഡെലിവറിക്ക് പോകാനിരിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞിട്ടുള്ള സംഭവം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇടുന്ന. ഒരു റൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് ഡെലിവറിയിലേക്ക് അപ്പുറത്തേക്ക് വെക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇത് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യണ സംഭവങ്ങള്, ബീഡ്സ്. ചേച്ചി ഇവിടെ ട്രിമ്മർ ചെയ്തോണ്ടിരിക്കുക. ട്രിം, ബട്ടൺ പിടിപ്പിക്കല്, ഹേമിങ്, ബട്ടൺ പിടിപ്പിക്കല്, ട്രിം ചെയ്യണത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രസ്സിങ്
കട്ടിങ് ഇറങ്ങുന്നത് ഇവിടെയാണ് മാസ്റ്റർമാര്. നമ്മുടെ മാസ്റ്റർമാര് കട്ടിങ് പ്രസിങ് ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പൊ സിംഗിൾ പീസ് ആയാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് എടുക്കാം. അതിനുള്ള ഫെസിലിറ്റി എല്ലാ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. എബ്രോഡ് ഉള്ളവർക്ക് ഓൺലൈനിൽ നമ്മൾ മെഷർമെന്റ് എടുത്ത് സാധനം ചെയ്തു കൊടുക്കുന്നു. അതാകുമ്പോ വീഡിയോ കോൾ ത്രൂ. ഇവിടെ വന്നപ്പോ ഭയങ്കര ബഹളം. ഇവിടെ ആണ് മൊത്തം കത്തിക്കുന്ന ഡ്രസ് ഇങ്ങനെ പളപളാന്ന് കത്തിച്ച് നമ്മുടെ ഷേപ്പിൽ ഇട്ട് തരുന്ന ഒരു സംഭവം ഈ ഒരു പോർഷനിലാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കണേ? ഇതിപ്പോ ഒരു ഫ്രോക്കാണ്. ഞാൻ എടുത്തോട്ടെ. ഹിന്ദി ആണല്ലേ? ഇതിപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഹെമ്മിങ് ഒക്കെ കഴിയണം. ഹെമ്മിങ് കഴിയുമ്പോ ആ ചേച്ചിയുടെ അടുത്തേക്ക് പോകണം ഈ ഒരു പോർഷനില്. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബൊക്കെ വെച്ച് പെർഫെക്റ്റ് സ്റ്റിച്ച് ചെയ്തിപ്പോ എന്ത് പിള്ളേരൊക്കെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള പിള്ളേരാണ്. അപ്പൊ അതിന്റേതായ ഫിനിഷിങ്ങും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഇവിടെ ഇത് ചുടിദാർ തയ്ച്ചോണ്ടിരിക്കണത്. ഈ വർക്കൊക്കെ നിങ്ങൾ ചെയ്തതാ? അല്ല, ഇതിപ്പോ നമ്മൾ അവിടെ റെഡിമെയ്ഡ് നമ്മൾ 3 പീസിൽ കണ്ടില്ലേ, ഷോൾ ടോപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊടുക്കും. അപ്പൊ അവിടുന്ന് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എടുത്താലും നമുക്ക് മെഷർമെന്റ് കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത്. ഓക്കെ. അപ്പൊ അതിന് നിസാർ എന്തൊക്കെ പൈസ ഉണ്ട് അത് നിങ്ങൾ സംസാരിച്ചാൽ മതി. അല്ല, അത് എന്തായാലും ഉണ്ട്. നമ്മൾ എന്തായാലും പുറത്തേക്ക് കൊടുക്കണല്ലോ. അപ്പൊ ആ ഒരു സംഭവം എന്തായാലും കൊടുക്കണം. ഇവിടെ എന്താ ചേച്ചി ചെയ്യണേ? മറ്റേ ഓവർലോക്ക് ഇന്റർലോക്ക് ഉടുപ്പിന്റെ താഴത്തെ പോർഷനില് ഈ ഒരു സംഭവം കേട്ടോ, ഇന്റർലോക്ക് ചെയ്യുന്ന ഒരു സംഭവം. തുണിയൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ. ഇതും പിടിക്കുമ്പോഴും തീർന്നു പോയി. അപ്പൊ ഇനി പുതിയത് വേറെ വരും. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ടൊന്ന് ലൊക്കേഷൻ പറഞ്ഞാലാ? നമ്മളിപ്പോ നിക്കണ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ. നമ്മളിപ്പോ ആലുവയിലാണ്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഷോപ്പ്. ഷാവലി ആലുവ മെട്രോയിൽ വന്ന് ലാസ്റ്റ് സ്റ്റേഷൻ മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ അങ്ങോട്ടാണ് വരുന്നത്. ഇനിയിപ്പോ ഇവിടെ മാത്രമാണോ ഇനി വേറെ വേറെ കടകളുണ്ടോ ഞാൻ അറിയാത്തത്? അല്ല, നമ്മുടെ കടകൾ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂര്, കോലഞ്ചേരിയിലുണ്ട്, അടിമാലിയിലുണ്ട്, നെടുങ്കണ്ടം ഉണ്ട്. പിന്നെ എന്റെ പേര് വേണോ? കോതമംഗലത്ത് ഇപ്പൊ നമ്മള് ഡിസംബർ ആകുമ്പോഴത്തേക്കും പുതിയ ഒരു വലിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓൾറെഡി ഉള്ള ഷോറൂം ഇത്രയൊക്കെ തന്നെയാണ്. പക്ഷെ അതിലും വലുതായിട്ട് നമ്മൾ റെഡിമെയ്ഡിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്ത് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ശില്പ ചേച്ചി എല്ലാവരും അറിയിക്കണം. അത് ഓക്കെ. അത് ഡേറ്റ് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും ഡിസംബറിൽ നമുക്ക് പുതിയ ഒരു ഷോറൂം കാണാൻ പറ്റും. സെയിം പേരിൽ തന്നെയാണ് ഈ പറഞ്ഞ ബ്രാഞ്ചസ് ഒക്കെ സെയിം പേര്. ഇത് ഷാവലി ഡിസൈനർ ഫാബ് ആണ്, ചിലത് ഷാവലി ഫാബ്രിക്സ് ആണ്, ഷാവലി ഡിസൈൻസ് ആണ്. അങ്ങനെയാണ് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷെ എല്ലാതും ഈ ഷാവലി എന്നുള്ള മീനിങ് എന്താ? എന്നുള്ളൊരു അർത്ഥമാണ്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ കടകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ ടൈപ്പ് ഓഫ് ഫാബ്രിക്സും കിട്ടും. എല്ലാം ഒരേ ലെവൽ ഫാബ്രിക്സും മെറ്റീരിയൽസും ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കോതമംഗലത്ത് പുതിയ തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ പുതിയ കുറച്ച് എക്സ്പെരിമെന്റ്സും എക്സ്പാൻഷൻസും ഒക്കെ നടത്തി അതെല്ലാം പഴയ സ്ഥലങ്ങളിലും പരീക്ഷിക്കുന്നു. അത് ഡിസംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഡിസംബർ ക്രിസ്മസിന് മുന്നേ ഉണ്ടാവും. അതൊക്കെ പക്ഷേ ഇപ്പൊ ഈ ഓഫർ നമ്മുടെ ആലുവ കടയിൽ മാത്രമാണുള്ളൂ. അതെടുത്ത് പറയണം. നമ്മൾ ഡിസംബർ ക്രിസ്മസ് വരെ എല്ലാ ബില്ലുകൾക്കും നമ്മൾ പറഞ്ഞ പോലെ 5% ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ 70% മുതൽ 5 to 70% വരെയുള്ള ഡിസ്കൗണ്ടിന്റെ വേരിയേഷൻസ് നമ്മുടെ ഷോപ്പുകളിൽ ആലുവ ഷോപ്പിൽ ഉണ്ടാവും. ഇത് ആലുവയിൽ മാത്രമുള്ള ഈ ഒരു ഡിസ്കൗണ്ട് ഓഫേഴ്സ് കാര്യങ്ങൾ. ബാക്കി ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കളക്ഷൻസ് അവിടെയും ഇവിടെയും ഒക്കെ സെയിം തന്നെയായിരിക്കും. ഡിസ്കൗണ്ട് വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണം, അതിന് നിവർത്തിയില്ല. അപ്പൊ പിന്നെ വീഡിയോ കോൾ ഉണ്ട് കേട്ടോ. വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ ഇടുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ സമയം പറഞ്ഞു തന്നെ ആ സമയത്തിനനുസരിച്ച്. കാരണം തിരക്കുകൾ ഉണ്ടാവും. ഇപ്പോഴും ഓൾറെഡി തിരക്കും കാര്യങ്ങളും. അപ്പൊ നിങ്ങളുടെ സമയം ഇവരുടെ സമയം കൂടി ഒത്ത് വന്നിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1/2 മീറ്റർ 1 മീറ്റർ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കബീർ നമുക്ക് അവസാനിപ്പിക്കല്ലേ? പതിന്റെ പേയല്ലേ? അപ്പൊ ഞാൻ പോവാ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.